പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിലെ എല്ലാ പ്രതികളും ഇന്ന് കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരാകണം. കേസ് വിചാരണയ്ക്ക് അനുവദിച്ച പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായാണ് പ്രതികളോട് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാർ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2016 ഏപ്രിൽ 10-നായിരുന്നു മനുഷ്യനിർമ്മിതമായ പുറ്റിങ്ങൽ ദുരന്തം. സ്വകാര്യ ജ്വല്ലറി സമ്മാനിക്കുന്ന 13 പവൻ സ്വർണ്ണക്കപ്പിനും 4,10,000 രൂപ വീതം കമ്പക്കാർക്കും കിട്ടാൻ കളക്ടറുടെ നിരോധന ഉത്തരവ് ലംഘിച്ച് പ്രതികൾ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടത്തിയ മത്സര വെടിക്കെട്ടിനിടെയുണ്ടായ ദുരന്തത്തിൽ 110 പേർ മരിച്ചു. 656 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഏപ്രിൽ 9 രാത്രി 11:30 ക്ഷേത്ര കാമ്പൗണ്ടിൽ വർക്കല കൃഷ്ണൻകുട്ടി ആശാനും കഴക്കൂട്ടം സുരേന്ദ്രൻ ആശാനും തമ്മിലുള്ള മത്സര കമ്പത്തിനിടെയായിരുന്നു അപകടം ക്ഷണിച്ചു വരുത്തിയത്. ക്രൈംബ്രാഞ്ച് SP ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി 59 പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകി. 1417 സാക്ഷികളും 1611 രേഖയും 376 തൊണ്ടിമുതലും ഉള്ള കേസിൽ 51 പ്രതികൾക്ക് കുറ്റപത്ര പകർപ്പും നൽകി. എല്ലാ പ്രതികളും ഹാജരാകാനാണ് കോടതി നോട്ടീസ് നൽകിയതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ പറഞ്ഞു. അതായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയും ഡൽഹിയിലെ ഒരു കേസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊലക്കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസാണിത്. അപ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിചാരണയാണ് നടക്കാൻ പോകുന്നത്. ഏതാണ്ട് 110 പേര് മരിക്കുകയും 656 പേർക്ക് കൈയും കാലും കണ്ണും എല്ലാം നഷ്ടപ്പെടുകയും 450 വീടുകൾ തകരുകയും 150ഓളം കിണറുകൾ തകരുകയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് നഷ്ടമുണ്ടാകുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഇവിടെ നടന്നത്. ഉത്സവ കമ്മിറ്റി അംഗങ്ങളടക്കം 1 മുതൽ 44 വരെയുള്ള പ്രതികൾക്കെതിരെ സ്ഫോടക വസ്തു നിയമവും കൊലക്കുറ്റവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. ബാക്കിയുള്ള പ്രതികൾക്ക് IPC വകുപ്പുകൾക്ക് പുറമെ സ്ഫോടക വസ്തു നിയമത്തിലെ പ്രസക്ത വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അന്നത്തെ കളക്ടർ ഷൈന മോൾ, ADM ഷാനവാസ്, നിലവിലെ DIG പ്രകാശ്, PWD എഞ്ചിനീയർമാർ, ഫോറൻസിക് വിദഗ്ധർ, ഡൽഹി എയിംസിലെ അടക്കമുള്ള 30ഓളം ഡോക്ടർമാർ തുടങ്ങിയവരാണ് കേസിലെ പ്രധാന സാക്ഷികൾ. സ്പെഷ്യൽ കോടതിയിലെ കമ്പ്യൂട്ടർവൽക്കരണവും ഇലക്ട്രിക്കൽ വർക്കും കൂടി പൂർത്തിയായാൽ സ്പെഷ്യൽ കോടതിയിലേക്ക് കേസ് മാറും. കൊല്ലത്തെ TM വർഗീസ് സ്മാരക ഓഡിറ്റോറിയം ക്യാമ്പസിലെ പഴയ കെട്ടിടത്തിലാണ് സ്പെഷ്യൽ കോടതി പ്രവർത്തനം തുടങ്ങുക. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.